തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലക്കടിച്ചു കൊന്നു. ഇരിങ്ങാലക്കുട സ്വദേശിയായ 17-കാരൻ അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. തൃശ്ശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക്. രണ്ടുപേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. രണ്ട് കെയർ ടേക്കർമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് ഇവിടെ? അന്തേവാസികളുണ്ട്. മൊത്തം 18 പേരാണ് ഇപ്പം ഈ ഹോമിലുള്ളത്. കമ്മീഷണർ ഇതിൻ്റെ ഒരു തുടർ നടപടികൾ ഇപ്പം ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഇവർ കുട്ടികളൊപ്പം കെയർ ടേക്കർമാരുണ്ടാവണമല്ലോ, അവരൊപ്പം കുട്ടികളോടൊപ്പം 24 മണിക്കൂറും ഓരോരോ കുട്ടിക്കും ഓരോരോ കെയർ ടേക്കറിൻ്റെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. കെയർ ടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ്, അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസിൻ്റെ പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അഫ്കോഴ്സ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാകും. എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് ഈ കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ലീഗലി നമുക്ക് ഈ കുട്ടീൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് അതിൻ്റെ തെളിവും ശേഖരണവും നമുക്ക് കൊണ്ടുവരും. 14 വയസ്സ് കഴിഞ്ഞു. മരണപ്പെട്ട ആൾ ഈ ജനുവരി വന്നാൽ 18 ആവും. ജനുവരി അവസാനം 18 വയസ്സാകും. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എൻക്വയറി നടക്കുകയാണ്. അപ്പോൾ അത് തീരുമാനം വന്നതിന് ശേഷം ഉടനെ നടപടി ഉണ്ടാകും. എന്തായാലും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. വിവരങ്ങളുമായി ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? തുടർ നടപടികൾ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ തൃശ്ശൂർ കമ്മീഷണറും വ്യക്തമാക്കിയൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ കർശനമായ നടപടി ഉണ്ടാകും. ജില്ലാ കളക്ടർ പറഞ്ഞത് ഇതിൽ ആരുടെ ഭാഗത്തു നിന്നോ വീഴ്ചയുണ്ടായോ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കും. അതനുസരിച്ചുള്ള ഒരു നടപടി കൂടി ഏതെങ്കിലും തരത്തിൽ ഈ കെയർ ഹോമിൻ്റെ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടിയും സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി ഒരു തർക്കം ഉണ്ടായിരുന്നു. ഈ രണ്ട് കുട്ടികൾക്കും ഇടയിൽ തർക്കമുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ പരിഹരിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഒരു പ്രശ്നമുണ്ടാവുകയും 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് മരിച്ച കുട്ടി അഭിഷേക് ഇവിടേക്ക് എത്തുന്നത്. കുറച്ച് നാളെ ആയിട്ടുള്ള അഭിഷേക് ഇവിടേക്ക് എത്തിയിട്ട് എന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കിയത്. ഈ കൊലപ്പെടുത്തിയ കുട്ടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു പക്ഷേ ഈ മരിച്ച കുട്ടി ഒരു മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും 18 തികയേണ്ടതാണ്. അത്ര കാലം കൂടിയേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും കമ്മീഷണറും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും ഈ സ്ഥലത്തെത്തി കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് കൊലപാതകം ചിൽഡ്രൻസ് ഹോമിലാണ് നടന്നത്. 17-കാരനാണ്